ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് ഐഗൺ. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഓരോ ചാപ്റ്ററും എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻറ്റ് കണ്ടു. മിസ് ഹിന്ദി എങ്ങനെ എഴുതും, എങ്ങനെ പഠിക്കും, ഞങ്ങൾക്ക് പേടിയാകുന്നു, ഫോർമാറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഫോർമാറ്റ്സ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഏതൊരു ചാപ്റ്ററിലുള്ള ഇൻസിഡൻറ്റും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഫോർമാറ്റ് എങ്ങനെ എഴുതണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പത്രത്തിന്റെ ഫോർമാറ്റ് എന്താണ്, ഡയറി എന്താണ്, പടുക്കഥ എന്താണ്, അത് കൂടാതെ പോസ്റ്റർ വളരെ സിമ്പിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, വളരെ സിമ്പിൾ ആണ്, അതിൽ എന്തും എഴുതാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എന്താണോ ആ തന്നിരിക്കുന്ന സന്ദേശം അത് കറക്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ പോസ്റ്റർ. പിന്നെ അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കാതെ, പിന്നെ അതിന് ചില ഇപ്പം നല്ലൊരു ആകർഷണീയത ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അറിയുമെങ്കിൽ ചിത്രം വരയ്ക്കാം. പിന്നെ നമ്മുടെ ചോദ്യത്തിലുള്ള കറക്റ്റായിട്ടുള്ള മെസ്സേജാണോ നമ്മൾ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ നാര, അതഞ്ഞ് നോട്ടീസാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദേശം മെസ്സേജ് നൽകുന്ന പോസ്റ്ററാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്ര, ഡയറി, ഞാൻ പറഞ്ഞു, പടുക്കഥ, പോസ്റ്റർ. അപ്പോൾ നമുക്കൊരു പത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു ചാപ്റ്ററിൽ നിന്നും ഒരു പത്രം ചോദിച്ചാലും നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഇത് പഠിച്ചു വെക്കുക. കാരണം ഏത് ചാപ്റ്റർ ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഇനിയിപ്പോൾ ചിലർക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനായിരിക്കും കഴിയുക. കാരണം തീരെ അറിയില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളില്ലേ. അപ്പോൾ ചിലർ പറയും വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ആ ഒരു ഇത് വെച്ചിട്ട് കുറച്ചൊക്കെ നമ്മുടെ ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് നിങ്ങൾ ബൈ ഹാർട്ടെങ്കിലും പഠിക്കുക മക്കളെ. എങ്ങനെയാണ് ഒരു പത്രം ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്? ഒരു പത്രത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾക്ക് എന്ത് വേണം? ഇവിടെ നമ്മൾ സ്ഥാൻ എഴുതിയിരിക്കണം. പിന്നെ താരീഖ്, ഡേറ്റ് എഴുതിയിരിക്കണം. എന്ന് വെച്ചാൽ പ്ലേസ്, നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രിയ മിത്ര, കോമൺ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്നത് മിത്രന് കത്തെഴുതൂ എന്നാണ്. അതല്ലാതെ ഇനി അഥവാ അവിടെ കത്തെഴുതാൻ പറയുന്ന പേഴ്സണെ മാറ്റിയിട്ടുണ്ടെങ്കിൽ മിത്രന് പകരം ഇപ്പോൾ ഒരു ടീച്ചർക്ക് എഴുതുന്നതായിട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സങ്കല്പിക്കാം. ചോദ്യത്തിൽ ആരെയാണോ ആ ആളെ വേണം നമ്മൾ ഇവിടെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മിത്ര കൊടുത്തു. ഒരു പക്ഷെ ബേല സാഹിലിനൊരു കത്ത് എഴുതുന്നു, അതാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയ സാഹിൽ എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ബേലയ്ക്കാണെങ്കിൽ പ്രിയ ബേല എന്ന് കൊടുക്കാം. തും കേസേ ഹോ. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഫോൺ ചെയ്യുകയാണെങ്കിലും ഇനി നമ്മളൊരു ലെറ്റർ എഴുതുകയാണെങ്കിലും അത് വായിക്കുന്ന ഒരാളുടെ സുഖവിവരമാണ് നമ്മൾ ആദ്യം ചോദിക്കുക, അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖാണോ, ടീക്ക് ഹോന, അല്ലേ, സുഖമല്ലേ, മേ യഹാ ടീക്ക് ഹൂം. അപ്പോൾ ഇവിടെ നമ്മുടെ കാര്യം നമുക്ക് പറയാലോ, എനിക്കിവിടെ സുഖം തന്നെയാണ്. തുമാരി കോയി ഖബർ നഹി കുച്ച് ദിനോൻ സേ. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിവരവും. നമ്മൾ പറയില്ലേ നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട്. മുജേ തുംസേ, മുജേ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക്, തുംസേ നിന്നോട്, ഏക് ഖാസ് ഒരു പ്രധാന കാര്യം, ഏക് ഖാസ് ബാത് കെ ലിയേ കഹനെ കെ ലിയേ മേ യഹ് പത്ര ലിഖ് രഹാ ഹൂം. എന്താ പറയുന്നത്? നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇനി ഇവിടെ എന്ത് എഴുതണം എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണോ ചോദ്യം അത് നമുക്ക് എഴുതാം. ഇപ്പം നമ്മൾ സബ്സേ ബഡാ ഷോമാൻ എന്ന പാഠഭാഗം പഠിച്ചു. അപ്പോൾ ഇവിടെ ചാർലിയുടെ കത്താണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അപ്പോൾ ചാർലിക്ക് എന്താ എഴുതാനുള്ളത്? ചാർലിക്ക് എഴുതാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ അമ്മ പാടിക്കൊണ്ടിരിക്കെ, അല്ലെ, കൽമ സ്റ്റേജ് पर गाते समय उनके आवाज फटकर फुसफुसाहट में तब्दील हुई, इसलिए माँ के बदले मुझे स्टेज पर जाना पड़ा എന്ന കാര്യമല്ലേ നമ്മുടെ ചാർലിക്ക് എഴുതാനുള്ളത്, അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇവിടെ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ടാവല്ലോ. മാ ഗാത്തെ സമയ മാ കി ആവാസ് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഗയി, इसलिए माँ के बदले चार्ली आया. इस घटना के बारे में चार्ली अपने मित्र को एक पत्र लिखते हैं. ഇതായിരിക്കും നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ. അപ്പോൾ ആ ചോദ്യത്തിലെ ആ ഭാഗം, ആ ഇൻസിഡൻറ്റിനെ നമ്മൾ ഇവിടെ എഴുതുന്നു. അത് എഴുതി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ചാർലി അതിനോടൊപ്പം പറയുന്നു മേനെ ഗാന ഗായ, നൃത്തിക്കിയ ഓർ സബി ഗായകോം കോ നഖൽ ഉത്താരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് വഹാ തുമാരി പഠായി കേസേ ഹോ, അവിടെ നിന്റെ പഠനമൊക്കെ എങ്ങനെ നടക്കുന്നു? തും കബ് യഹാം ആവുങ്കെ,
കബ് ഇനി എപ്പോഴാണ് അല്ലെ, കബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്, യഹാം ആവുങ്കെ ഇനി എപ്പോഴായിരിക്കും നീ ഇങ്ങോട്ട് വരുന്നത്, ജവാബ് പത്ര കി പ്രതീക്ഷ സെ. ജവാബ് പത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, മറുപടി കത്തിന്റെ പ്രതീക്ഷയിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുമാര മിത്ര ഹസ്താക്ഷർ. ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി, നിങ്ങൾ സൈൻ ചെയ്യണ്ട, ഹസ്താക്ഷർ എന്ന് എഴുതാ. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒപ്പിടില്ലേ, ആ ഒപ്പാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോർമാറ്റ് നിങ്ങൾ ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഈ ഒരു ചാപ്റ്ററിന് പകരം നമ്മളൊന്ന് മറിച്ച് ചിന്തിക്കുക. നമ്മുടെ മോർപാൽ ഓർ മിഹിർ, മോർപാലില് ആദ്യമായിട്ട് രാജ്മ കഴിച്ചു, ഇതിനെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടിന് എഴുതുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഈ സ്ഥാനത്ത് നേരത്തെ നമ്മൾ ചാർലിയുടെ കാര്യം പറഞ്ഞു, അതിന് പകരം മോർപാൽ ആണെങ്കിലും മോർപാൽ പറയും ആജ് മേ ഏക് ഖാസ് ബാത് കഹനെ കെ ലിയെ യെ ഖത്ത് ലിഖ് രഹാ ഹൂം എന്ന് പറയുന്നു, പത്ര ലിഖ് രഹാ ഹൂം. മുझे एक नए मित्र को मिला, उसका नाम है मिहिर. आज दोपहर में खाने के लिए क्या लाया है तुम्हें पता है, നിനക്ക് അറിയോ എന്താണ് അവൻ കൊണ്ടുവന്നത്, उसने राजमा लाया, बहुत अच्छे है, मैं पहली बार अपने जीवन में राजमा खा रहा हूं എന്നൊക്കെ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ വരുന്ന ആ ഒരു സന്ദർഭം ഏതാണോ അതിനെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മക്കളെ പത്ര റെഡിയായി. അപ്പൊ നിങ്ങൾക്ക് ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ടല്ലോ. ഇനി നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ പോലും 4 മാർക്കിൽ 2 മാർക്ക് കുറയാതെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പത്രനെ കുറിച്ചൊരു ടെൻഷൻ വേണ്ട. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ പത്രം എന്ന് പഠിച്ചു നമ്മൾ 5ഉം 6ഉം ചാപ്റ്ററിൽ നിന്ന് ഓരോ പത്രം ഓരോ ക്യാരക്ടറിന്റെ പത്രങ്ങളും പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അത് മാത്രമല്ല ഏത് സന്ദർഭത്തു നിന്നും, അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 ചാപ്റ്ററിലെ പത്രം നന്നായി പഠിച്ചിട്ടുണ്ടാകും, 3ാമത്തെ ചാപ്റ്ററിൽ കുറച്ചൊക്കെ പഠിച്ചു, പക്ഷെ അത് എഴുതാതെ ഒരിക്കലും ഒഴിവാക്കുന്ന ഒരു അവസ്ഥ വരില്ല. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് കറക്റ്റായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ഏത് സന്ദർഭം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സന്ദർഭത്തു നിന്ന് ചോദ്യം വന്നാലും ആ ചോദ്യം ഒഴിവാക്കേണ്ട അവസ്ഥ വരില്ല, എങ്ങനെയെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്കൊരു ഡയറിയാണ്. ഡയറിയിൽ എപ്പോഴും നമുക്ക് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അല്ലേ, ഒന്നെങ്കിൽ പ്രത്യേകതയുള്ള ഒരു കാര്യം എഴുതാനാണല്ലോ ഡയറി പറയാ. നമ്മൾ എല്ലാ ദിവസവും ഇതുവരെ നിങ്ങളൊക്കെ ഡയറി നമ്മൾ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ചെറിയ ക്ലാസ് മുതലേ. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കുളിച്ചു, പല്ല് തേച്ചു, എഴുന്നേറ്റു, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, ഇങ്ങനെ ചെയ്തു, സ്കൂളിൽ പോയി, ഇന്ന് അത് പഠിച്ചു, ഇത് പഠിച്ചു എന്നൊക്കെ എഴുതും. അപ്പം സത്യത്തിൽ ഡയറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ എഴുതുന്നതല്ല. നമ്മൾ കുറിച്ച് വെക്കേണ്ടത് സാധാരണ ജീവിതത്തിൽ നിന്ന് ഇന്ന് എന്താണ് വിപരീതമായി നടന്നത്, അല്ലെങ്കിൽ ഇന്ന് മറക്കാൻ പറ്റാത്ത എന്തൊരു കാര്യമായിരുന്നു, അതാണ് നമ്മൾ കുറിച്ച് വെക്കുക അല്ലേ. അപ്പോൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നിങ്ങളുടെ ഡയറിയുടെ സ്വഭാവമൊക്കെ മാറും. ഇപ്പോൾ ഡയറി എഴുതുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഡയറിയിൽ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഡയറി എന്ന് പറയുന്നത് വെറും മാർക്കിന് മാത്രം എഴുതുന്ന ഒന്നായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ താരീഖ് എഴുതുന്നു, റൈറ്റ് സൈഡിൽ നമ്മൾ താരീഖ് എഴുതുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ താരീഖ് എഴുതുന്നു. പിന്നെ ദിൻ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിൻ എഴുതാ, ശനിവാർന്നോ ബുധവാർന്നോ, ഇനി അതല്ലെങ്കിൽ താരീഖ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു താരീഖ് വെക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ എങ്ങനെയാ തുടങ്ങുന്നത് നോക്കൂ. ആജ് കെ ദിൻ, ഇന്നത്തെ ദിവസം, മേ കബി നഹി ഭൂലൂങ്ക. അപ്പൊ ഇവിടെ ഒരു സ്ത്രീയാണ് എഴുതുന്നത്, കഥാപാത്രം ഇപ്പൊ ചാർലിയുടെ അമ്മയാണെന്ന് വിചാരിക്കുക. മേ കബി നഹി ഭൂലൂങ്കി എന്നാക്കാം നിങ്ങൾക്ക്. എന്താണ്, ക്യാരക്ടർ സ്ത്രീലിംഗമാണ്. ഇനി ക്യൂങ്കി എന്തെന്നാൽ, ആജ് ബഹുത്, ഇവിടെ ഞാൻ കണ്ടോ ഖുഷി എന്നും കൊടുത്തിട്ടുണ്ട്, ദുഃഖ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് കഥാപാത്രത്തിന്റെ ഡയറി ആണോ നമ്മൾ എഴുതുന്നത്, ആ ഇൻസിഡന്റ് എന്താണ്, സന്തോഷമാണോ സങ്കടമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിലേതെങ്കിലും ഒന്നിനെ അങ്ങ് ഒഴിവാക്കാം. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷമാണ്. അതേസമയം ദുഃഖറിയാലോ അല്ലെ, ദുഃഖ കാ ദിൻ താ, അതിന് ആ ദുഃഖത്തിനുള്ള കാരണം, മേരെ ജീവൻ മേ യഹ് നയാ അനുഭവ് ഹെ, എൻ്റെ ജീവിതത്തിൽ ഇതൊരു പുതിയ
അനുഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു അനുഭവത്തെ ഇവിടെ എഴുതുന്നു. ഇപ്പൊ അമ്മയുടെ തന്നെ എടുക്കുക, ചാർലിയുടെ അമ്മയുടെ ആണെങ്കിൽ എന്താണ് അമ്മയുടെ പുതിയ അനുഭവം അല്ലെ? ഇന്ന് വരെ അമ്മ പാടുന്നതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ ആദ്യമായി പാട്ട് പാടുമ്പോൾ മേരെ ആവാസ്, അതേ സംഭവം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറിലും പഠിച്ചിട്ടുള്ള ആവാസ് ഫട്കർ ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹുയി, इसलिए उस समय मैनेजर ने सही उपाय किया, इसलिए चार्ली को गाना गाने के एक अवसर मिला, मेरे इज्जत बचाया. നമ്മൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ പഠിച്ചത്. ആ കാര്യത്തെ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ, ഏത് സന്ദർഭത്തെ ആണെങ്കിലും ഇസ് ദുഃഖ് കെ ബാരെ മേ സോച്ച്കർ അല്ലെ, നമുക്ക് ഏത് സന്ദർഭം എഴുതിയാലും നമുക്കറിയാം ഈ ദുഃഖത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് നീന്ത് ബി നഹി ആത്ത അല്ലെ, നീന്ത് ഉറക്കവും വരുന്നില്ല എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഒരു ഡയറിക്ക് നമുക്ക് ഹസ്താക്ഷരമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കാര്യം മാത്രം മറക്കരുത്, താരീഖ് കൊടുക്കണം. പിന്നെ ഇങ്ങനെ വേണം നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ. ഇന്നത്തെ ദിവസം അല്ലെ, ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ സാധാരണഗതിയിലാണ് നമുക്ക് ഇത് ഞാൻ പറയുന്നത്, ഇതുവരെ ഡയറി നിങ്ങൾക്കൊന്നും അറിയില്ല, പഠിച്ചിട്ടില്ല, എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും എഴുതാനുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിലും നന്നായി പഠിച്ചു വെച്ചവർക്ക് അങ്ങനെ എഴുതാം മക്കളെ. ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനുള്ള ചെറിയ ഒരു എന്താ പറയുക എളുപ്പ വഴിയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറയുന്ന ആ ഒരു സന്ദർഭം എടുത്ത് അവിടെ എഴുതിയാൽ എന്തായി? ഇനി സന്ദർഭം എഴുതുമ്പോൾ എപ്പോഴും ഓർക്കണം, കറക്റ്റായിട്ടുള്ള സന്ദർഭം മാത്രം എഴുതാം. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത്, അല്ലാതെ ചാപ്റ്ററിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫോർമാറ്റ് കറക്റ്റായി അതിനൊരു നല്ല തുടക്കം കൊടുത്തിട്ടുണ്ട് ഇവിടെ, നന്നായിട്ട് അതിനെ അവസാനിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിങ്ങൾ ആ സന്ദർഭം കൂടി ഇവിടെ എഴുതുന്നു. അതിനുള്ള കാരണം എന്താണ്, ഡയറിയിൽ ദുഃഖമാണ് എന്ന് എഴുതിയതിൻ്റെ കാരണം, സന്തോഷം എന്ന് എഴുതിയതിൻ്റെ കാരണം അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കും കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താന്ന് മനസ്സിലായല്ലോ. ഇനിയുള്ള നമ്മുടെ പോസ്റ്ററും പിന്നെ പഠിക്കഥയും ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആതിര മിസ്സിനെ വിളിക്കുന്നുണ്ട്. ഹായ് ഡിയേഴ്സ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പഠിക്കഥയുടെ ഫോർമാറ്റ് ആണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരുപാട് ചാപ്റ്ററിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, പഠിക്കഥ വരുന്നുണ്ട്. നമ്മുടെ ബീർ ബഹൂട്ടി എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, അതുപോലെ തന്നെ ഠാക്കൂർ കാ കുവാം എന്ന ചാപ്റ്ററിൽ നിന്ന്, ഗുഡ്ലി തോ പരായി ഹെ എന്ന ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പഠിക്കഥ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ പഠിക്കഥയിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട, നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. എന്ത്? സ്ഥാൻ, സമയ്, പാത്ര, വേഷ്ഭൂഷ, ഉമ്ര, സന്ദർഭ്, സംവാദ് അല്ലെ. അപ്പോ എവിടെയാണോ നടക്കുന്നത്, ഈ കഥ നടക്കുന്നത് എവിടെയാണ്, അതാണ് ഈ സ്ഥാനിൽ എഴുതേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബീർ ബഹൂട്ടി ചാപ്റ്ററിലാണ് ഒരു പഠിക്കഥ എഴുതാൻ വന്നത് എന്നൊരു ചോദ്യം വന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എവിടെയാണ്? സ്ഥാൻ. നമുക്ക് ഒന്നുകിൽ നമുക്ക് ഘേത്ത് എഴുതാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് ദൂക്കാൻമേ എഴുതാം. എവിടെയാണോ ഈ ഒരു കഥ നടക്കുന്നത് അപ്പൊ അത് എഴുതി കൊടുക്കാം. അപ്പൊ സ്ഥാനിൽ നമ്മൾ ദൂക്കാൻ എന്ന് എഴുതി കൊടുത്തു. സമയം എപ്പോഴാണ്? രാവിലെ ആയിരുന്നു. അപ്പൊ രാവിലേക്ക് എന്താ പറയാ? സുബഹ് എന്ന് നമുക്ക് പറയാം അല്ലെ, സുബഹ്. ബീർ ബഹൂട്ടിയിലാണ് ഈ ചോദ്യം നടക്കുന്നത്. നമ്മുടെ സാഹിലിന്റെ പെന്നിലെ മഷി തീർന്നു പോയി. ആ ഒരു അവസ്ഥയിൽ എവിടെയാണ് അവർ പോകുന്നത്? ദൂക്കാനിലാണ് പോകുന്നത് അല്ലെ. അപ്പോ കടയിൽ പോകുന്നു, രാവിലെയാണ്. പാത്ര, കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു അവിടെ? സാഹിൽ, ബേല, അതുപോലെ ദുക്കാൻദാർ. ഇവര് 3 പേരുമായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾ. ഇനി അവരുടെ വേഷഭൂഷ, സാഹിലും ബേലയും എന്തായിരുന്നു? സ്കൂൾ യൂണിഫോമിലായിരുന്നു. ദുക്കാൻദാർ എന്താണ്? നോർമൽ ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ഉമ്ര, ഇവരുടെ വയസ്സ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കഥാപാത്രത്തിന് എഴുതി അതിന്റെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുകയും ചെയ്യാം. അടുത്തതാണ് സന്ദർഭ്. ഇനി ചില കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുക സന്ദർഭത്തിന് പകരം വിഷയിക്ക അവതരണം അല്ലെങ്കിൽ എന്താണ് ദൃശ്യിക്ക വിവരണം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതും അവിടെ എഴുതി കൊടുത്താലും തെറ്റൊന്നുമല്ല, സന്ദർഭം തന്നെയാണ് നമ്മൾ അവിടെ വിവരിക്കേണ്ടത്. അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു സംവാദം അല്ലെ, കോൺവെർസേഷൻ, ഇവർ തമ്മിലുള്ള ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതേണ്ടത് അവസാന ഭാഗത്താണ്. അപ്പൊ ഇതാണ് എന്ത്? പഠിക്കഥയുടെ ഫോർമാറ്റ്. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ളത് നമ്മുടെ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിന്റെ പഠിക്കഥയാണല്ലോ. ഇനി നമുക്ക് പഠിക്കഥ വരാൻ ചാൻസ് ഉള്ളത് ഏത് ചാപ്റ്ററിലാണ്?
അതെ, നമ്മുടെ ഠാക്കൂർ കാ കുവാമിലാണ് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഠാക്കൂർ കാ കുവാമില് ആരൊക്കെയായിരുന്നു കഥാപാത്രങ്ങള്? നമ്മുടെ ജോക്കു ഉണ്ട്, ഗംഗി ഉണ്ട് അല്ലെ, ഠാക്കൂർ ഉണ്ട്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ജോക്കുവും ഗംഗിയും. അപ്പം അത് നോക്കുകയാണെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി ഉള്ള സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു പടുക്കഥ തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ അവിടുത്തെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ജോക്കുവും ഗംഗിയും ആയിരിക്കും. സ്ഥാനം എവിടെയാണ് അപ്പോ? അതെ, ഗംഗിക്ക ഗർ അല്ലെ, ഗംഗിക്ക് ഗർ ആണ്. നോക്കൂ, സമയം എപ്പോഴാണ്? രാത്രിയാണ് അല്ലെ, വൈകുന്നേരമാണ് അല്ലെ, ശ്യാമാണ്. നോക്കൂ, ഇനി കഥാപാത്രങ്ങൾ ജോക്കു, ഗംഗി. വേഷഭൂഷ ഇതൊക്കെ നമുക്ക് എഴുതാൻ അറിയാം, അവരുടെ വയസ്സ്, അതുപോലെ തന്നെ സന്ദർഭം. എന്താണ് സന്ദർഭം? ഇത് എങ്ങനെയാ എഴുതുക? ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ഉള്ളത് അതൊന്ന് ചുരുക്കി എഴുതി കൊടുക്കുക അല്ലെ. എന്താണോ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെ ചുരുക്കി എഴുതി കൊടുത്താൽ ഇവിടെ സന്ദർഭമായി. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ ഗുഡ്ലി തോ പരായി ഹേ എന്ന ഒരു കഥ ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ, കനക ശശി എഴുതിയിട്ടുള്ളത്. ആ ഒരു കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട് അല്ലെ. ആ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് ഒരു പടുക്കഥ തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ തയ്യാറാക്കും? ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ അല്ലെ മൊത്തം മാറി. ഈ കഥയൊന്നും അല്ല അവിടെ ഉള്ളത്. അവിടെ സ്ഥാനം എവിടെയാണ്? ഗുഡ്ലിക്ക് ഗർ ആണ്. നോക്കൂ, സമയം എപ്പോഴാണ്? നമുക്ക് സുബഹോ അല്ലെങ്കിൽ ശ്യാമോ എപ്പോ വേണമെങ്കിലും കൊടുക്കാം അല്ലെ. നോക്കൂ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബുവ ഉണ്ട്, അമ്മയുണ്ട്, ഗുഡ്ലി ഉണ്ട്, താവൂജി ഉണ്ട് അല്ലെ. നോക്കൂ, ഉമ്ര, ഗുഡ്ലിയുടെ വയസ്സ് നമുക്കറിയാലോ. അതുപോലെ സന്ദർഭം, എന്താണോ സിറ്റുവേഷൻ, എന്താണോ ചോദ്യം, ആ ഒരു ചോദ്യത്തിന്റെ സിറ്റുവേഷൻ ഒന്ന് ജസ്റ്റ് ചുരുക്കി എഴുതി കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ സംവാദം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ, ആ ഒരു കോൺവെർസേഷൻ എഴുതിയിട്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പടുക്കഥയുടെ ഫോർമാറ്റ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സ്ഥാൻ പറഞ്ഞു, സമയ പറഞ്ഞു, പാത്ര, വേഷഭൂഷ, ഉമ്ര, സന്ദർഭ്, സംവാദ്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ഒരു പടുക്കഥ തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്തേണ്ട പോയിന്റ്സ്. ഒന്നുകൂടെ പറയുന്നു: സ്ഥാൻ, സമയ, പാത്ര, വേഷഭൂഷ, ഉമ്ര, സന്ദർഭ്, സംവാദ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ നോക്കേണ്ടത്? നമ്മൾ പടുക്കഥ പഠിക്കുമ്പോൾ ആലോചിച്ച് വെക്കേണ്ടത്. അപ്പൊ അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ലെ, ബാലവേലയാണെന്ന് തോന്നില്ലേ? അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? ബാലവേല വിരുദ്ധ ദിവസമാണ് എന്ന് ജൂൺ 12. അപ്പൊ നമുക്ക് കുറച്ച് ഈ അവസാന ചാപ്റ്റർ ആയിട്ടുള്ള ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന രാജേഷ് ജോഷിയുടെ കവിതയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് എന്ത്? ബാലവേലക്കെതിരായിട്ടുള്ള പോസ്റ്ററുകൾ. അപ്പൊ പോസ്റ്ററുകൾ രണ്ട് തരത്തിലുണ്ട്, നമുക്കറിയാലോ. ഒന്ന് സന്ദേശ പോസ്റ്ററാണ്, രണ്ടാമത്തത് എന്താണ്? ഒരു ഇൻവിറ്റേഷൻ പോസ്റ്ററുമാണ്. അപ്പൊ ഇൻവിറ്റേഷൻ പോസ്റ്റർ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഡേറ്റ്, സ്ഥാന, സമയ, സബ്കാ സ്വാഗതം ഒക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? സന്ദേശ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ബാലവേലയെ നിരോധിച്ചതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം. നമുക്ക് അത് എന്തെഴുതാം? നോക്കൂ, ബാലവേലയ്ക്ക് ബാലശ്രം എന്നാണ് ഹിന്ദിയിൽ പറയുക. ബാലശ്രം. ओके, बालश्रम कानूनी अपराध है। ബാലശ്രം നിയമപരമായും തെറ്റാണ്. ബാലശ്രം റോക്കോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സന്ദേശ പോസ്റ്ററാണിത്. ബാലശ്രം കാനൂനി അപരാധ് ഹെ, ബാലശ്രം റോക്കോ. ഇത് ഒരു പോസ്റ്റർ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ പോസ്റ്റർ, ഇത് സന്ദേശ പോസ്റ്റർ ആണ്. സന്ദേശ പോസ്റ്റർ എഴുതുമ്പോൾ എപ്പോഴും എന്താണ്? ഒരു ബോക്സിലൊക്കെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത നോക്കൂ, പഠനേ ദോ ബച്ചേക്കോ, പഠനേ ദോ बच्चों को बढ़ने दो बच्चों को. കുട്ടികളെ പഠിക്കാനും അതുപോലെ വളരാനുമാണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത് എന്നാണ് രണ്ടാമത്തെ പോസ്റ്ററിൽ പറയുന്നത്. ഇനി നമുക്ക് ഒരുപാട് പോസ്റ്ററുകൾ ഉണ്ടല്ലേ. ഇപ്പൊ ബാലശ്രം കാനൂനി അപരാധ് ഹെ, ബാലശ്രം റോക്കോ, പഠനേ ദോ ബച്ചോങ്കോ, പഠനേ ദോ ബച്ചോങ്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പോസ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് എന്ത്? ഇത് സന്ദേശ പോസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള പോസ്റ്റർ ഉണ്ട്. ഒന്ന് സന്ദേശ പോസ്റ്റർ, അതാണ് ഇത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് പോസ്റ്റർ എന്താണ്? നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അവസാനം എന്ത് എഴുതണം? സബ്കാ സ്വാഗതം, എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യണം.
അല്ലെ? അപ്പോൾ അതിൽ നമുക്ക് സ്ഥാനം കൊടുക്കണം, എവിടെയാണ് നടക്കുന്നത്, ആരാണ് ഉദ്ഘാടകൻ, എല്ലാവരെയും ക്ഷണിക്കുകയും വേണം, നല്ല ആകർഷകമായിരിക്കണം, അതൊരു ബോക്സിലായിരിക്കണം. അപ്പോൾ അതാണ് എന്ത് സന്ദേശ പോസ്റ്ററും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ പോസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പത്രന്റെയും ഡയറിയുടെയും അതുപോലെ തന്നെ പട്കഥയുടെയും പോസ്റ്ററിന്റെയും ഒക്കെ ഫോർമാറ്റ് നമ്മളിവിടെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോരോ ചോദ്യം വീതം വരാൻ ചാൻസ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ബാക്കിയുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.